സാറേ ആ ന്യൂസ് ഇതാ. ലിവിങ് ടുഗദർ. പിന്നെ എന്തിനാണ് ഞാൻ ഈ വായിച്ചത്? അങ്ങനെ മസാലയാക്കാൻ ആഗ്രഹമുള്ള ആൾക്കാർ ആയിക്കോട്ടെ, കുഴപ്പമില്ല. എന്നെ പറ്റി ഇല്ലാത്തത് പറയണം, ഞാൻ ഇതിനെ ആസ്വദിക്കണം, അവർ ചെയ്തോട്ടെ. ഫേമസ് ആയിട്ട് ഞങ്ങൾ ബസ്സൊക്കെ കത്തിച്ച് വലിയ പ്രശ്നമൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള കാലഘട്ടമൊക്കെ ഉണ്ടായിട്ടുണ്ട്. സീറ്റ് ഇതിനെ ഇവർ കമൻറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഞാനും കുഞ്ഞുങ്ങളിരുന്ന് കരയുന്നത് കാണുന്നു. ഐ ഡെയർ ദം. ഈ അസുഖം മാറാതെ നിങ്ങളിങ്ങനെ കമൻറ്റ് ചെയ്തുകൊണ്ടിരുന്നിട്ട് എവിടെയെങ്കിലുമൊക്കെ നിങ്ങളുടെ വീട്ടുകാർ തന്നെ വായിച്ചിട്ട് അവർക്ക് നാണം കേടുണ്ടായിട്ട് അവർ പറഞ്ഞോളൂ എന്താ പറയേണ്ടതെന്ന് വെച്ചാൽ. കിളി പോയി. ലാസ്റ്റ് മെന്റൽ പോലെ ഞാൻ എൻ്റെ അടുത്ത് പറയല്ലേ. വല്ല ആവശ്യം ഉണ്ടായിരുന്നു അത് ചോദിക്കാൻ. അപ്പം ഈ ഒരു സൗന്ദര്യം കണ്ടിട്ടാണോ ചേച്ചീനെ കല്യാണം കഴിച്ചത്? ആണോ? ഞാനായിട്ടല്ല, എൻ്റെ അനിയത്തെ കുട്ടിയാണ് ചോദിച്ചത് കല്യാണം. ഇത് ഞാനായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഒന്ന് കാല് തെന്നി വീണാ തീരാവുന്ന സൗന്ദര്യമേ ഉള്ളൂ. അല്ലേ മുത്തശ്ശൻ കല്യാണം കഴിച്ചാണല്ലോ പ്രശ്നമായത്. മുത്തശ്ശൻ കല്യാണം കഴിച്ചോ? അപ്പൂപ്പൻ ആന്റീനെ വളച്ച് കല്യാണം കഴിച്ചു. ആന്റിയോ? കുഞ്ഞുമോൾ. 90 വയസ്സായ ബാബാജി 30 വയസ്സായ പെണ്ണിനെ തട്ടിക്കൊണ്ടുപോയി കല്യാണം കഴിച്ചു. ആസാമില് ഞാൻ 150 വർഷമായ ബ്രഹ്മചാരി തട്ടിക്കൊണ്ടുപോയത് ഒരു 30 വയസ്സ് 150 പാവം ഒരു 30 വയസ്സായ പെണ്ണിനെ തട്ടിക്കൊണ്ടുപോയി കല്യാണം കഴിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടോ? ഞാൻ പറഞ്ഞത് കിളി കിളി. ഞാൻ പറഞ്ഞല്ലോ, ഓപ്പൺ ചാലഞ്ച്. ആർക്കാണോ പൊങ്ങുന്നില്ലാന്ന് തോന്നുന്നത് പ്ലീസ് കം, ഞാൻ തെളിയിച്ചു കൊടുക്കാം. അല്ല ഇപ്പം സാറ് സിംഗിളായിട്ടല്ലോ താമസിച്ചുകൊണ്ടിരുന്നത്? അല്ല, അച്ഛൻ്റെ പേടെ കൂടെ ആയിരുന്നു. അല്ല പക്ഷെ കാശിയിൽ ഹണിമൂൺ പോയി എന്ന് പറഞ്ഞിട്ടായിരുന്നല്ലോ. അത് കല്യാണം എന്താണെന്ന് പറഞ്ഞു കൊടുത്തപ്പം കഴിഞ്ഞ കാര്യങ്ങൾ ഓർത്ത് അതിൽ നിന്ന് അനലൈസ് ചെയ്ത് അതിനെ ചൊറിഞ്ഞ് ചെകഞ്ഞ് ചെരങ്ക മറ്റേ മുറിവ് അവരുടെ ഭാര്യയില്ലേ അങ്ങനെയല്ലേ ഉണ്ടാവാൻ പാടുള്ളൂ. ഇനിയിപ്പോൾ അവരവരുടേതായ ലൈഫ്, എനിക്ക് എൻ്റെതായ ലൈഫ്, അത്രേ ഉള്ളൂ. ഞാനല്ലെങ്കിലും ചകഞ്ഞു നോക്കാൻ പോകാറില്ല. അപ്പോൾ ഈ ഛർദ്ദിച്ച് കഴിഞ്ഞിട്ട് അവിടെ ഒരു ഈർക്കിൽ വെച്ചിരുന്ന് നമ്മൾ നോണ്ടിക്കൊണ്ടിരിക്കുക എന്തൊക്കെയാണ് പോയത്. കിളി ഇങ്ങനെ പോതില്ലേ? ഇല്ല ഞാനിങ്ങനെ കുറെ ആൾക്കാർക്ക് ഈ അന്യന്റെ കിടപ്പുറയിലേക്ക് ഒളിഞ്ഞു നോക്കുന്ന ഒരു ശീലം പൊതുവായിട്ട് അതാണ് ഇപ്പൊ നമുക്ക്. വിക്രം അഭിനയിച്ച അന്യൻ അല്ല ഗായ്സ്, ഇപ്പോൾ നോക്കൂ ഗായ്സ്, ഇതിന് വില കുറഞ്ഞു ഗായ്സ്, ഞാൻ 2 വാങ്ങിക്കുന്നു ഗായ്സ്. അപ്പൊ അവിടെ നിന്ന് മോട്ടിക്കല തിരിച്ചു വെക്കുക എന്ന് പറയുമ്പം അത് തിരിച്ചു വെക്കുക, അത് വരെ ഇടുന്നുണ്ട്. സാറേ ആ ന്യൂസ് ഇതാ. ലിവിങ് ടുഗദർ ആയിരുന്നോ എന്നാണ്. അപ്പൊ അല്ല, ആയിരുന്നു. കല്യാണത്തിന് ലിവിങ് കൃഷ്ണൻ ലിവിങ്ങിൽ മറുപടിയായി ആയിരുന്നോ? അല്ല അതാണ് ഞാൻ എന്റെ സത്യാവസ്ഥ എന്താന്ന് ചോദിച്ചത്. അല്ല, അതിനകത്ത് അവര് ഇല്ല. ഞാൻ പണ്ട് പറഞ്ഞ എക്സാമ്പിൾ തന്നെ പറയാം. ഫേസ്ബുക്കിൽ ഞാൻ ഒരിക്കൽ സ്ക്രോൾ ചെയ്തു. ഇപ്പം ഫേസ്ബുക്കിനകത്തൊരു ഇത്, ഇപ്പോഴത്തെ തലമുറ സംസാരിക്കുന്നത് കേട്ട് ഞാൻ ലജ്ജിച്ചു പോകും. കൂടുതൽ വായിക്കുക. ഞാൻ ഓപ്പൺ ചെയ്ത് വായിച്ചു. ചായക്കടയിൽ ഞാൻ ചെന്നിരുന്നപ്പോൾ അവിടെ യുവാക്കൾ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു, ചായ കുടിക്കുന്നുണ്ടായിരുന്നു. അവരുടെ ആ ചേഷ്ടകളും അവരുടെ വസ്ത്രാലങ്കാര രീതികളെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ലജ്ജ തോന്നി. അവർ സംസാരിക്കുന്നത് ഞാൻ അല്പനേരം കേട്ടിരുന്നു. ഞാൻ ലജ്ജിച്ചു പോയി. കഴിഞ്ഞ ആട്ടുകൾ ഞാനത് എങ്ങനെ പറയുന്നു? പിന്നെ എന്തിനാണ് ഞാൻ ഈ വായിച്ചത്? ഇത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങളുടെ ന്യൂസ് കണ്ടിട്ട് അങ്ങനെ മസാലയാക്കാൻ ആഗ്രഹമുള്ള ആൾക്കാർ ആയിക്കോട്ടെ, കുഴപ്പമില്ല. ഞങ്ങളെ കൊണ്ട് അവർക്ക് എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടാവുന്നുണ്ടല്ലോ. അല്ലെങ്കിൽ അങ്ങനെ ഇടുവോ? ഒരിക്കലും ഇല്ല. ഇടട്ടെ. അതിനെല്ലാം ആസ്വദിക്കുന്നുണ്ട്. ഞാനെന്തിനാ ആസ്വദിക്കണം? എന്നെ പറ്റി ഇല്ലാത്തത് പറയണം, ഞാൻ എന്തിനാ ആസ്വദിക്കണം? അവര് ചെയ്തോട്ടെ, അവരാസ്വദിച്ചോട്ടെ, ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. ഞങ്ങളത് ചോദിച്ചിട്ടാണോ ഇട്ടെ? അല്ലല്ലോ. ഇപ്പൊ ഹണിമൂണിന്റെ കാര്യം നമുക്ക് തിരിച്ച് ഹണിമൂണിലേക്ക് വരാം. എന്തായി? അപ്പൊ എങ്ങനെ ഹണിമൂണിന് പോകും? ഉത്തരം പറഞ്ഞില്ല. അതാണ് പറയണേ. ഇത് ഞങ്ങളത് ചോദിക്കാം. അപ്പൊ ഞാൻ ചോദിക്കാം, ഹണിമൂണ് ചേച്ചിക്ക് എന്താണ്? അത് ഞാൻ ചോദിക്കുന്നത്, എന്തായി ഹണിമൂണെന്ന്? കല്യാണത്തിന് ശേഷം നമ്മള് വിദേശ രാജ്യങ്ങൾ അതെന്തിനാ കല്യാണം കഴിഞ്ഞ? അതെനിക്ക് മനസ്സിലാവുന്നില്ല. ഇവര് ഉദ്ദേശം എന്താന്ന് അത് പറ. ഉദ്ദേശം എന്താണ് ഈ ഹണിമൂൺ എന്ന് പറഞ്ഞ ഉദ്ദേശം എന്താണ്? വിദേശ യാത്ര വിട്. ഞങ്ങളുടെ ചോദിച്ചാൽ എങ്ങനെ ആവും എന്ന് അറിയാവുന്നതുകൊണ്ടാണ് അവർ ഞങ്ങളെ ചോദിക്കാതെ താരങ്ങളുടെ മറുപടി എന്ന് പറഞ്ഞിട്ട് അവർ തന്നെ എന്തെല്ലാം എഴുതിയത്. കുഴപ്പമില്ല, ഈ രീതിയിലുള്ള മറുപടി വരുമല്ലോ അല്ലേ. ഞാൻ പഠിച്ചത് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം. പൊതുവെ കോളേജിൽ പഠിക്കുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാം ആ കോളേജ് എങ്ങനെയാണ് അവിടുത്തെ കുട്ടികൾ എന്നുള്ളത് അറിയാം. സമരമൊക്കെ വളരെ ഫേമസ് ആയിട്ട് ഞങ്ങൾ ബസ്സൊക്കെ കത്തിച്ച് വലിയ പ്രശ്നമൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള കാലഘട്ടമൊക്കെ ഉണ്ടായിട്ടുണ്ട് സി ഇ ടിക്ക്. അതുകൊണ്ട് സി ഇ ടിക്ക് ബസ് കൺസെഷനെ കൊടുക്കാതെയൊക്കെ കുറേ കാലമൊക്കെ ഇതായി കിടന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ പഠിച്ച ലോ അക്കാഡമിയിലാണ്. ഇതിനിടയ്ക്ക് ഞാൻ MSc സൈക്കോളജിയും പഠിച്ചു. അറിയില്ലോ
പിന്നെ ഡിജിറ്റൽ ഫിൽം മേക്കിംഗ് പഠിച്ചിട്ടുണ്ട്. ഞാൻ സീരിയലിലാണ് അഭിനയിക്കുന്നത്. അപ്പോൾ സെറ്റിൽ എങ്ങനെയാണെന്ന് അറിയാലോ. ഓ, പിന്നെ ഞാൻ റേഡിയോ ജോക്കായിരുന്നു കുറേ കൊല്ലം. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ എനിക്ക് പറയാൻ അറിയും. ഞാൻ മാക്സിമം സാധാരണ രീതിയിൽ പറഞ്ഞ് നോക്കി. മനസ്സിലാവില്ല ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ശരി, ഞാൻ എൻ്റെ ലെവലിലേക്ക് ഞാൻ വരാം. വേറൊന്നുമല്ല, നമുക്ക് ലൈഫിന് ഇങ്ങനെ ചിരിച്ച് നന്നായിട്ട് ഫേസ് ചെയ്യാം, അത്രയേ ഉള്ളൂ. ഇതിനെ ഇവർ കമൻറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഞാനും കുഞ്ഞുമോളിരുന്ന് കരയുന്നത് കാണണം, ഒരിക്കലും ഉണ്ടാവില്ല. വി ആർ വെരി ബോൾഡ് ടു ഫേസ് ഇറ്റ്. അവർ കമൻറ്റ് ചെയ്യട്ടെ, ഐ ഡെയർ ദം. ഈ അസുഖം മാറാതെ നിങ്ങളിങ്ങനെ കമൻറ്റ് ചെയ്തുകൊണ്ടിരുന്നിട്ട് എവിടെയെങ്കിലുമൊക്കെ നിങ്ങളുടെ വീട്ടുകാർ തന്നെ വായിച്ചിട്ട് അവർക്ക് നാണം കേടുണ്ടായിട്ട് അവർ പറഞ്ഞോളൂ എന്താ പറയേണ്ടതെന്ന് വെച്ചാൽ. ഞങ്ങളൊന്നും പറയില്ല, അത്രയേ ഉള്ളൂ. ദ ഫൺ പാർട്ട് ഓഫ് ഇറ്റ്, യെസ്, ഞാൻ അങ്ങനെ ഒരു ഫൺ ലവിങ് പേഴ്സണാണ്. ഞങ്ങൾ കളിച്ചും ചിരിച്ചും തന്നെയാണ്, ഞങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് യാത്ര ചെയ്യാറ്. ഇതാണ് ഞങ്ങളുടെ ലൈഫ്. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തമാശയൊക്കെ പറഞ്ഞിരിക്കും. ഇന്നലെ സൗരയൂഥം മുഴുവനും പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് രാത്രിയായിട്ട് ഇനി മേലെ പറഞ്ഞു വരുന്ന എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. രാത്രി കഥ പറഞ്ഞു തരുമോ? എന്താ ഗാലക്സി കിളി പോയി. എനിക്കൊന്നും ലാസ്റ്റ് മെന്റലി പോലെ ഞാൻ എണീറ്റടുത്ത് എൻ്റെ അടുത്ത് പറയല്ലേ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നമ്മുടെ ഗാലക്സിന്ന് എത്രയോ ലൈറ്റ് ഇയേഴ്സ് ദൂരെയാണ് ആൻഡ്രോമീഡ ഗാലക്സി. അപ്പൊ ആൻഡ്രോമീഡ ഗാലക്സിയിലും ഏതോ ഒരു ആൻഡ്രോമീഡ ഗാലക്സിയിലും ഏതോ ഒരു സ്റ്റാർ സണ്ണ് പോലെ അവിടെ ഒരു പ്ലാനറ്റ്സ് ഉണ്ടായി, അവിടെ ഒരു ഭൂമി ഉണ്ടായി, അവിടെ ആൾക്കാരൊക്കെ ഉണ്ടാവാം, ഉണ്ടായിക്കോട്ടെ, ഉണ്ടാവാം. പക്ഷെ നമുക്കറിയില്ല അത് എത്രയോ ലൈറ്റ് ഇയർ ദൂരെയാണ്. ഒരു പ്രകാശരശ്മി ഒരു വർഷം എടുത്ത് യാത്ര ചെയ്യുന്ന അത്രയും ദൂരം, അതായത് 3 × 10⁸ മീറ്റർ/സെക്കൻഡ് സ്പീഡിൽ ഒരു ലൈറ്റ് പാർട്ടിക്കിൾ, ഒരു ഫോട്ടോൺ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു വർഷത്തിൽ എത്തുന്ന ഡിസ്റ്റൻസ് എത്ര കിലോമീറ്റർ ആണെന്ന് വിചാരിക്കുന്നത്? ഇതാണ് ഇന്നലെ രാത്രി പറഞ്ഞു കൊടുത്തത്. അതാ പനി വന്നത്, അതാ പനി വന്നത്. ഞങ്ങളിങ്ങനെ സീരിയസ് ആയിട്ടുള്ള കാര്യം. കുഞ്ഞുമോളെ തീർന്നിട്ടില്ല, വാ ബാക്കി പറഞ്ഞുതരാം. ഈ പനി പിടിച്ചിരിക്കുന്ന ആളെ വിളിച്ചണേപ്പിച്ചിട്ട് അല്ല, ഇന്നലെ ഒരു വളരെ സ്പെഷ്യൽ ഫിനോമിനൻ ഇന്നലെ നടന്നിട്ടുണ്ട്. അതായത് ഇനിയിപ്പോൾ അത് 12 വർഷം കഴിഞ്ഞാൽ ചിലപ്പോൾ നടക്കും. ഇന്നലെയും ഇന്നും ചന്ദ്രൻ്റെ അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ബ്രൈറ്റ് സ്റ്റാർ പോലെ ഒരു സാധനം, അത് മിന്നില്ല. അതിനെ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതാണ് വ്യാഴം, ജൂപ്പിറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാനറ്റ്. ഈ ജൂപ്പിറ്റർ എന്ന് പറയുന്ന പ്ലാനറ്റ് വെറും കണ്ണുകൊണ്ട് കാണുക എന്നുള്ളത് ഇറ്റ്സ് എ വെരി റെയർ ഫിനോമിനൻ. അപ്പോൾ അത് ഇന്നലെ കാണിച്ചു കൊടുത്തിട്ട് ഇതാണ് വ്യാഴം. അപ്പോൾ എൻ്റെ ചോദിച്ചു ഇത് അവിടെ എങ്ങനെയാണ് നിൽക്കുന്നതെന്ന് ചോദിച്ചു. അതാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്. വല്ല ആവശ്യം ഉണ്ടായിരുന്നു അത് ചോദിക്കാൻ? ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുമെന്ന് അറിഞ്ഞുകൊണ്ട് ഇല്ലേ? പറഞ്ഞില്ലേ? അപ്പൊ ഈ ഹണിമൂൺ എന്നിട്ട് അത് പറഞ്ഞു തന്നിട്ട് പിന്നെ അതിന്റെ അപ്പുറത്തെ സംശയങ്ങൾ വരുമല്ലോ. ഭൂമിനെക്കാട്ടും വലുതാണെന്ന് പറഞ്ഞു. ഭൂമിനെക്കാളും 12 ഇരട്ടി വലിപ്പമുണ്ട്. കാരണം ഒരു പ്രാവശ്യം ചുറ്റി വരാൻ 12 വർഷം എടുക്കും. അതുകൊണ്ടാണ് വ്യാഴവട്ടക്കാലം എന്ന് പറയുന്നത്. അപ്പോൾ ഈ വ്യാഴവട്ടക്കാലം കറങ്ങുന്ന ഇത്രയും ഹ്യൂജ് മാസുള്ള ഒരു പ്ലാനറ്റ്, അതിന്റെ ഡിസ്റ്റൻസിൽ നമുക്കൊരു ഡോട്ടായിട്ട് കാണുന്നു. അപ്പോൾ ചന്ദ്രൻ അതിനേക്കാളും വലുതാണോ ചെറുതാണോ? നമ്മൾ കാണുമ്പോൾ ചന്ദ്രൻ വലുതാ, ജൂപ്പിറ്ററിനെക്കാളും. പക്ഷെ ജൂപ്പിറ്ററിനെക്കാളും നമ്മൾ ഭൂമിനെക്കാളും 6-1 സൈസേ ഉള്ളൂ ചന്ദ്രൻ. ഭൂമിനെക്കാളും 12 ഇരട്ടി സൈസാണ് ജൂപ്പിറ്റർ. ശാസ്ത്രജ്ഞന്മാരൊക്കെ സമ്മതിക്കണം കേട്ടോ. ഞാനിത്ര പോലെ ചിന്തിക്കുമ്പോൾ തന്നെ തലക്കല്ല എന്തല്ലോ കാരണം. അപ്പം അതാണ് ഞങ്ങൾ നല്ലതും ചീത്തയും ഒക്കെ ഇങ്ങനെ സംസാരിച്ച് ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾ ചിലപ്പോൾ ശാസ്ത്രം പറയും, ചിലപ്പോൾ ഞങ്ങൾ സ്പിരിച്വാലിറ്റി പറയും, ചിലപ്പോൾ സിനിമാ കഥ പറയും, ലാലേട്ടൻ്റെ അഭിനയോ അല്ലെങ്കിൽ മഞ്ജു വാര്യറിൻ്റെ ഇതോ അല്ലെങ്കിൽ ഏതെങ്കിലും പാട്ടുകാരൻ്റെ പാട്ടോ എല്ലാം പറഞ്ഞ് ഞങ്ങൾ പാട്ടും പാടി ചെയ്യും, കളിയും ചിരിയായിട്ടൊക്കെ ഞങ്ങൾ പോകും. അതിന് വേറെ ഒന്നും ഒരു റെസ്ട്രിക്ഷൻ അല്ല. ഈ കമൻറ്റ് ചെയ്യുന്ന ആൾക്കാർ കാരണം ഞങ്ങൾ സഡനായിട്ട് ഇതെല്ലാം നിർത്തിയിട്ട് ഞങ്ങൾ സീരിയസ് കുഞ്ഞുമോളെ അവർ കമൻറ്റ് ചെയ്തു, നീ കണ്ടായിരുന്നു എന്ന ആർട്ട് സിനിമയൊന്നും ഞങ്ങൾക്ക് ജീവിക്കാൻ വയ്യ. ഞങ്ങൾ എൻജോയ് ചെയ്യാം. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കുറച്ച് ഫോട്ടോസ് വന്നിട്ടുണ്ടായിരുന്നു സാറിൻ്റെ ആദ്യ ഭാര്യയുടെ ഫോട്ടോയും. അത് കഴിഞ്ഞിട്ട് ഈ ചേച്ചിയുടെ ഫോട്ടോയും കൂടെ വെച്ചിട്ട് താരതമ്യം ചെയ്തു, സൗന്ദര്യത്തെ താരതമ്യം ചെയ്ത് കുറച്ച് കമൻസും കാര്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സൗന്ദര്യം കണ്ടിട്ടാണോ ചേച്ചീനെ കല്യാണം കഴിച്ചത്? ആണോ? ഞാനായിട്ടല്ല, എൻ്റെ അനിയത്തിക്കുട്ടിയാണ് ചോദിച്ചത് കല്യാണത്തിന്. നിനക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്? ഓക്കെ. പിന്നെ ഈ ഒരു മനുഷ്യൻ ഇത് ഞാനാണ്, ഇത് ഞാനുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഒരു ബന്ധമില്ല.
ഇത് മറ്റേ സിംഗൻ സ്റ്റൈലിൽ വീരപ്പൻ മീശയൊക്കെ വെച്ചിട്ട് ഇത് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലെ ഫൈനൽ ഇയർ വീക്കാണ്. അപ്പുറത്ത് വേറെ ഇനിയുണ്ട്. ഏട്ടന് മൊബൈൽ ഉണ്ടല്ലോ കുറേ ഫോട്ടോസ്. അല്ല അപ്പുറത്തുണ്ട്, തൊട്ടപ്പുറത്തുണ്ട്. ഇത് അത് ഞാനാണ്. അപ്പൊ ഇയാളുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ല. ഇത് ഞാനാണ്. നല്ല വ്യത്യാസമുണ്ട്. അപ്പൊ അതുപോലെ ഈ സൗന്ദര്യം അല്ലെങ്കിൽ ലുക്സ് എന്നൊക്കെ പറയുന്നത് കുറച്ച് ദിവസത്തേക്ക് ഇല്ലേ. ഞാൻ അതല്ല നോക്കുന്നത്. കാല് തെന്നി വീണാ തീരാവുന്ന സൗന്ദര്യമേ ഉള്ളൂ. പിന്നെ അത്രേ ഉള്ളൂ. അപ്പൊ സംഭവം ക്ലിയർ ആയില്ലേ? ക്ലിയർ ആയി. അതാണ് നമുക്ക് വേണ്ടത്. ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ടാവാൻ പാടില്ല. അതാണ് ഞാൻ. ഇത് എത്രാമത്തെ വയസ്സിലുള്ള ഫോട്ടോ സാറേ? ഏത് ഈ ഫോട്ടോ? അത് എഞ്ചിനീയറിംഗ് കയറുന്ന ജസ്റ്റ് മുന്നേ 1993. ഈ സാർ ഈ ഒരു ലുക്കിലേക്ക് മാറിയത് ഏത് വർഷം മുതൽ? ഈ ലുക്കിലേക്ക് മാറിയതല്ലേ, വളർന്നു വന്നത്. അതെ. ഒരു എത്ര വർഷം ഉണ്ടാവും? 3-4 വർഷം ഉണ്ടാവും അല്ലേ? സൗമ്യ ചേച്ചി പറഞ്ഞത് മാത്രമേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത് എനിക്കറിയാം. 3 വർഷമായി. ഇത് പിന്നെ കളയണ്ടെന്നുള്ള രീതിയിൽ തന്നെ വെച്ചേക്കാണ്. ഇത് കളയാൻ ഇതെന്താ ഗോൾഡ് ജ്വല്ലറി അല്ല? അതല്ല, പഠിച്ച് കളയണ്ടെന്നുള്ള. പത്തരമാറ്റിലെ മുത്തശ്ശനല്ലേ അതല്ലേ ഈ പ്രശ്നമായത്? മുത്തശ്ശൻ കല്യാണം കഴിച്ചാണല്ലോ പ്രശ്നമായത്. മുത്തശ്ശൻ കല്യാണം കഴിച്ചോ? അവിടെ മുത്തശ്ശൻ പത്തരമാറ്റിലെ മുത്തശ്ശൻ കട്ട് എന്ന് പറഞ്ഞിട്ട് പാക്കപ്പ് എന്ന് പറയുമ്പോൾ തീരുന്ന അത്രേ ഉള്ളൂ. ഞാനാണ് ദ പേഴ്സൺ ബിഹൈൻഡ് ഇറ്റ്. എൻ്റെ ലൈഫിൽ എനിക്ക് അച്ഛൻ, അമ്മ, കുടുംബം, കുട്ടികൾ ഇതെല്ലാം ഉണ്ട്. അല്ലാതെ അനന്തമൂർത്തി മുത്തശ്ശൻ എന്ന് പറയുന്ന ആ ക്യാരക്ടറിനുള്ളതുപോലെ ജയനും അജയനും ജലജയൊന്നും അല്ല. അവരെല്ലാം എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആക്ടേഴ്സാണ്. ആ സീരിയലിൽ ഞാനതിൻ്റെ കഥയും പ്രദീപ് പണിക്കർ എഴുതുന്നതും ഷൈവ് സാർ ഡയറക്റ്റ് ചെയ്യുന്നതും ഇടയ്ക്ക് ശങ്കർ സെക്കൻഡ് യൂണിറ്റ് വർക്ക് ചെയ്തത് അല്ലെങ്കിൽ പൈലറ്റ് വർക്ക് ചെയ്തതെല്ലാം ഐ ഡു റെസ്പെക്ട് ഇറ്റ്. എനിക്ക് എല്ലാ ടെക്നീഷ്യൻസിനെയും റെസ്പെക്റ്റാണ്. കാരണം അവർ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ഒരു ഇതാണ്. അതിന് കിട്ടുന്ന റെക്കഗ്നേഷനാണ് ആൾക്കാരുടെ മുത്തശ്ശൻ എന്ന് വിളിക്കുന്നത്. ഐ ഡോണ്ട് ഹാവ് എൻ ഇഷ്യൂ. ഇപ്പുറത്തിരിക്കുന്ന ഇത് അമ്മയുടെ അച്ഛനും അപ്പുറത്തിരിക്കുന്ന അച്ഛൻ്റെ അച്ഛനുമാണ്. ആ 2 മുത്തശ്ശന്മാരും കൂടെ ചേർന്നാലാണ് അനന്തമൂർത്തി മുത്തശ്ശനാണ്. ആ മുത്തശ്ശൻ ലോയറായിരുന്നു, ലോകൃഷ്ണനായിരുന്നു പേര്. അദ്ദേഹം സംസാരിച്ചു കഴിഞ്ഞാൽ കുറുക്കി കൊള്ളുന്ന 2-3 ഡയലോഗ്സ് ഉണ്ടാവും. അതോടുകൂടി ആൾ റെഡിയാവും. അത്ര ഷാർപ്പ് ടങ് വ്യക്തിയായിരുന്നു. ജഡ്ജസ് വരെ അപ്പൂപ്പൻ പറയുന്നത് കേൾക്കാൻ വേണ്ടി കാത്തിരിക്കും. ആ രീതിയിലുള്ള സംസാരമായിരുന്നു. ഒരിക്കൽ വീട്ടിലൊരു ക്ലയൻറ്റ് വന്നിട്ട് സാർ ഞാൻ ഇനി എന്ത് ചെയ്യണം, സാർ ഞാൻ ഇനി കുറേ ഇങ്ങനെ ചോദിച്ച് ശല്യം ചെയ്തുകൊണ്ടിരുന്നു. നീ ഒരു കാര്യം ചെയ്യണം, ഗേറ്റിൻ്റെ അവിടെ പോയിട്ട് റൈറ്റ് എടുത്തിട്ട് നേരെ പോയാൽ ഒരു ജംഗ്ഷൻ വരും. അവിടെ നിന്ന് റൈറ്റ് എടുത്താൽ ബസ് സ്റ്റാൻഡ് വരും. ബസ് കയറി വീട്ടിൽ പോകും. വീട്ടിനകത്ത് കയറി പോകും. ഇങ്ങനെ സംസാരിക്കുന്ന ആളായിരുന്നു. എൻ്റെ അമ്മയുടെ അമ്മ എന്തോ ഒരു ഫംഗ്ഷന് വിളിച്ചിട്ട് വന്നില്ല എന്ന് പറയുന്നത് കംപ്ലൈൻറ്റ് പറയാനായിട്ട് അവിടെ പോയി നിന്നു. അപ്പോൾ ആഹാരം കഴിക്കരുത്. അപ്പോൾ എന്നാലും നിങ്ങൾക്ക് വരാമായിരുന്നു എന്തോ പറഞ്ഞു. അപ്പോൾ എന്നെ കഴിച്ചത് ഇങ്ങനെ നിർത്തിയിട്ട് പറഞ്ഞു, വിളിച്ച സ്ഥലത്ത് പോകാനേ സമയമില്ല, പിന്നെയാണ് വിളിക്കാത്ത സ്ഥലത്ത് പോകാത്തതിനൊരു ഡിസപ്പോയിൻമെൻറ്റ് എന്നിട്ട് പുള്ളിക്കാരൻ കൈ കഴിയിട്ട് എണീറ്റ് പോകും. ഇത് പ്രദീപ് പണിക്കർ സാറോ അല്ലെങ്കിൽ വേറെ ആരും എഴുതിയ സ്ക്രിപ്റ്റൊന്നുമില്ല. പുള്ളിക്കാരൻ സംസാര രീതി അതാണ്, മാനറിസം അതാണ്. ഇങ്ങനെയൊക്കെ ചെയ്യുന്നതൊക്കെ ആ അപ്പൂപ്പനാണ്. ഈ അപ്പൂപ്പൻ മക്കളെ സ്നേഹിച്ച് 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 ലൈഫ് മക്കൾക്ക് വേണ്ടി കൊടുത്ത ഒരു ജോളി ഗുഡ് മുത്തശ്ശൻ. ഞങ്ങൾക്ക് കഥയൊക്കെ പറഞ്ഞു തന്ന് രാത്രിയാകുമ്പം ഒരു 20 വയസ്സുള്ള മുറുക്കാനും ചവിച്ച് കഥ പറഞ്ഞു തരുന്നത് കേട്ടിട്ട് ഞാനിന്ന് കഥ പറയുന്ന ഒരാളായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഈ മുത്തശ്ശനാണ്. ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് അനന്തമൂർത്തി മുത്തശ്ശൻ. ലൈഫിൽ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഈ 2 മുത്തശ്ശന്മാരെ ചേർത്ത് കഴിഞ്ഞാൽ എനിക്കൊരു ക്യാരക്ടറായി. എറണാകുളത്തെ ഉള്ളവർ കാണുമ്പം എവിടെ പോയാലും കൃഷ്ണനെ കണ്ട അതേ ഫീലിംഗ് എന്ന് പറയും. കറക്റ്റ്. എൻ്റെ മുത്തശ്ശൻ്റെ ഞാൻ മോഡൽ ചെയ്യുന്നുണ്ട്. ഇവിടെ എൻ്റെ ഫാമിലി എല്ലാവർക്കും അറിയാം ഈ മുത്തശ്ശൻ്റെ കളിയും ചിരിയും തമാശയൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. രണ്ട് ക്യാരക്ടർ അത് ഒന്നായിട്ട് കൊണ്ടുവന്നിരിക്കുന്നു. അത് ഒന്നായിട്ട് കൊണ്ടുവരുമ്പം നമുക്ക് പുതിയൊരു ക്യാരക്ടറായില്ലേ. ഞാനതല്ലേ ആ മുത്തശ്ശൻ്റെയും ആ മുത്തശ്ശൻ്റെയും കൊച്ചുമോൻ. അല്ല ഇപ്പോൾ ചേച്ചി കിളി ഇങ്ങനെ പോതില്ലേ, ഒരു ട്രെയിൻ 2 കിളിയൊക്കെ ട്രാക്കൊക്കെ ഇവിടെ കിടപ്പുണ്ട് ഇങ്ങനെ ചുറ്റും.
ഒരു ട്രെയിനൊക്കെ ഇങ്ങനെ പോകുന്നു. കുറേ പ്രഷർ കുക്കർ. കുറേ കമൻസ് വന്നിട്ടുണ്ടായിരുന്നു. കമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൂപ്പൻ ആൻറ്റീനെ വളച്ച് കല്യാണം കഴിച്ചു. ആൻറ്റിയോ? കുഞ്ഞുമോൾ, കൊച്ചുകുട്ടി. കൊച്ചുകുട്ടി തെലുങ്കിലൊക്കെ കേൾക്കണം, തെലുങ്കിലൊക്കെ കേൾക്കണം. 90 വയസ്സായ ബാബാജി 30 വയസ്സായ പെണ്ണിനെ തട്ടിക്കൊണ്ടുപോയി കല്യാണം കഴിച്ചു. ബാബാജി മറാഠിയിലെ ബാബാജി, തെലുങ്കില് ബാബാജി. ആസാമില് ഞാൻ 150 വർഷമായ ബ്രഹ്മചാരി തട്ടിക്കൊണ്ടുപോയത് ഒരു 30 വയസ്സ്. 150 ബ്രഹ്മചാരി. ആ ഫോട്ടോ ഉണ്ടെന്റെ. ആ എന്നിട്ട് നിങ്ങൾ എവിടെ അപ്ഡേറ്റ് ചെയ്യും? ഇന്ത്യ മുഴുവൻ ഓടി നടന്ന് അടി വാങ്ങിക്കാൻ റെഡി ആയിട്ട് നിൽക്കുക ഞാനിവിടെ. പാവം ഒരു 30 വയസ്സായ പെണ്ണിനെ തട്ടിക്കൊണ്ടുപോയി കല്യാണം കഴിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടോ? വലിയ ബാബാജി ഞാൻ. ബാബാജി, ജയ് ബാബാജി. ഗതം ഗതം. പൂർത്തീകരിച്ചിട്ടില്ല. അതെ, പിന്നെ മറക്കുന്നതിനോട് ചില കാര്യങ്ങൾ പറയണ്ടേ. ബാക്ക്ഗ്രൗണ്ട് ഞാൻ ഇട്ടോളാം. ഞാൻ പറഞ്ഞത് കിളി കിളി. സാറ് നന്നായിട്ട് മിമിക്രി ചെയ്തിട്ടല്ലോ. ഞാൻ മിമിക്രി ആർട്ടിസ്റ്റ് ആയിരുന്നു. കോളേജിലൊക്കെ ഞാൻ മിമിക്രി ഒക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാം ഞാനിതെല്ലാം കഴിഞ്ഞ് മനസ്സിലായി. ഞാനൊരു സാധാരണ മനുഷ്യനാണ്. ഞാൻ കോളേജിൽ ഞാൻ മിമിക്രി കാണിച്ചിട്ടുണ്ട്, മോണാക്ട് കാണിച്ചിട്ടുണ്ട്, ഞാൻ ഡ്രാമയിൽ അഭിനയിച്ചിട്ടുണ്ട്, എല്ലാം സ്കിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ചെയ്തിട്ട് തന്നെയാണ് വന്നിട്ടില്ല. ഞാൻ ആകാശത്ത് നിന്ന് പൊട്ടി വീണ ബാബാജി അല്ല. ഞാൻ സാധാരണയായിട്ട് CET-യിലൊക്കെ പഠിച്ചു വന്ന ആളാണ്. നമുക്ക് വേണ്ടി 2 മിമിക്രി കാണിക്കുന്നുണ്ട്. ഓ അതിനെന്താ, മിസ്റ്റർ ഹോച്ച് പോച്ച് എന്ന് പറഞ്ഞാൽ ഇതിൽ മോഡലിംഗിൽ ഏറ്റവും നല്ല മോഡലായിട്ട് സെലക്ട് ചെയ്ത് ഞാൻ പരസ്യങ്ങളൊക്കെ അഭിനയിച്ചൊരു കാലമൊക്കെ ഉണ്ട്. അതൊക്കെ മാറി എന്ന് വെച്ചിട്ട് ഞാനല്ലാണ്ടാവാൻ പറ്റുമോ? ഞാൻ പണ്ടങ്ങനെയായിരുന്നു. ഞാൻ ഈ ചോദ്യം എന്നിട്ട് ഈ കമന്റ്സ് കണ്ടു. മുത്തശ്ശൻ ആൻറ്റീനെ വളച്ചുകൊണ്ടുപോയി കെട്ടി, അതുപോലെ തന്നെ സാധനം പൊങ്കൂല, ഇങ്ങനെയുള്ള കുറേ അശ്ലീല ചൊവ്വയുള്ള കമന്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെയുള്ള കമന്റുകളൊക്കെ വന്നു കഴിയുമ്പോഴത്തേനും കരയാറൊക്കെ ഉണ്ടായിരുന്നു. അതിലെ പറഞ്ഞൊരു ദിവസം ഒറ്റ ദിവസം പിന്നെ എൻ്റെ അടുത്ത് വന്നു. ഞാൻ സൗരയൂഥത്തിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഓപ്പൺ ചാലഞ്ച്. ആർക്കാണോ പൊങ്ങുന്നില്ല എന്ന് തോന്നുന്നത് പ്ലീസ് കം, ഞാൻ തെളിയിച്ചു കൊടുക്കാം എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ആരെയാണ് ഇവർ പറയുന്നത്? അവർക്ക് എന്നെ അറിയാമോ? ഞാൻ ആരാണെന്ന് ഇപ്പോഴാണ് ആൾക്കാർ എന്തെല്ലാം സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് അതിൻ്റെയും വലിയ നിർബന്ധമൊന്നുമില്ല. എൻ്റെ അടുത്ത് ചോദിക്കും, ഞാൻ പറഞ്ഞുതരാം. എനിക്ക് എന്താ ചെയ്യാൻ അറിയാമെന്ന്, ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ വേണമെങ്കിൽ പറയാം. ഇല്ല, നിങ്ങൾ എന്നെ അറിയാവുന്ന ആൾക്കാർ ചോദിക്കും, അവർ പറഞ്ഞു തരും. ഇറ്റ്സ് ഓക്കെ. പക്ഷേ ഇല്ലാത്തതും എന്തെല്ലാം ഒക്കെ ഉണ്ടാക്കി പറഞ്ഞു. ആരെ തോപ്പിക്കാനാണ് ഇത്? എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു 4-5 ലൈക്കും ഒരു 10 വ്യൂവും കൂട്ടാൻ വേണ്ടിയിട്ടല്ലേ? ചെയ്തോട്ടെ, ഇറ്റ്സ് ഓക്കെ, ചെയ്യട്ടെ. ഞാൻ കാരണം ആർക്കെങ്കിലും ആ ഒരു 10 ലൈക്ക് എക്സ്ട്രാ കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ, നല്ലതാണ്, സന്തോഷമായിട്ടു, നോ ഇഷ്യൂ. ആ കരച്ചിലും മാറ്റി കണ്ടുപിടിക്കും, പറയുന്നത് അങ്ങനെ. അപ്പോൾ ഹണിമൂൺ കഴിഞ്ഞു. പിന്നെ ഒരു ചോദ്യമുണ്ട്. പിന്നെ എല്ലാവരും ചോദിക്കുന്ന ചോദ്യം, കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ എങ്ങനെയുണ്ട് ജീവിതം? 2 കൈ 2 കാലും ചേച്ചി പറഞ്ഞോണ്ട് ഞാനൊന്ന് ചോദിക്കാം. ഇപ്പൊ 14 ദിവസമായില്ല കല്യാണം കഴിഞ്ഞിട്ട്, എന്തൊക്കെ മാറ്റങ്ങളാണ് ജീവിതത്തിൽ വന്നിട്ടുള്ളത്? കാരണം നേരത്തെ സാറ് സിംഗിളായിട്ട് ജീവിക്കുമായിരുന്നു, ചേച്ചി മക്കളുമായിട്ട് താമസിക്കുന്നു. അപ്പോൾ അതിൻ്റെ അകത്തൊരു കുറച്ച് മാറ്റങ്ങളുണ്ടല്ലോ. ഈ സമയം കൊണ്ട് നമ്മുടെ കശുവണ്ടിയുടെ താങ്ങുവില മാറി, പിന്നെ സിമെൻറ്റിന് വില കൂടിയിട്ടുണ്ട്, പിന്നെ സ്വർണത്തിൻ്റെ വിലയിൽ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. സ്വർണ്ണവില കൂടിയിട്ടുണ്ട്, വെള്ളിക്കും ഗ്രാമിന് വില കൂടിയിട്ടുണ്ട്. പിന്നെ അടയ്ക്ക, മറ്റേ തോലുള്ളതും തോലില്ലാത്തതും രണ്ടിലും റേറ്റിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. പിന്നെ ഇടയ്ക്ക് കുറച്ച് മഴയൊക്കെ കിട്ടും. അങ്ങനെ എന്തു പറയാനാണ്? എന്ത് മാറ്റം ഉണ്ടായിട്ടുള്ളതെന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് പറയാനാണ്? എനിക്ക് താടിക്ക് നീളം വെച്ചു 2 കിലോമീറ്റർ. 14 ദിവസത്തിൽ എന്ത് മാറ്റം ഉണ്ടാവാനാണ്? അല്ല
ഇപ്പം സാറ് സിംഗിളായിട്ടാണല്ലോ താമസിച്ചുകൊണ്ടിരുന്നത്? അല്ല, അച്ഛൻ്റെ അമ്മയുടെ കൂടെ ആയിരുന്നു. അതൊക്കെ അച്ഛൻ്റെ അമ്മയുടെ കൂടെ താമസിച്ചുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഭാര്യ വന്നു, മക്കൾ വന്നു. ആ സമയത്തുള്ള ഒരു മാറ്റങ്ങളാണ് ഞാൻ ഇല്ല, ഫാമിലി വലുതായി, അത്രയേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അല്ലാതെ അതിൻ്റെ അത് കുഞ്ഞുമോക്ക് നിന്റെ അമ്മയും അച്ഛനമ്മയെ കാണാൻ വേണ്ടി ഞാൻ വരുന്നതിൽ അവർക്ക് സന്തോഷമില്ലേ? ആ, അത് തന്നെ. അല്ല, ശരിക്കും സന്തോഷം എന്ന് പറയുന്നത് ഇപ്പോൾ എനിക്ക് കണ്ണൂർ അമ്മയെ വിളിച്ചിട്ട് അമ്മ സുഖമാണോ, എന്തെങ്കിലും കഴിച്ചോ, അല്ലെങ്കിൽ കോൾ വിളിക്കുമ്പോൾ ഞാൻ എടുത്തു കഴിഞ്ഞാൽ ആ മോനെ എന്ന് പറയുമ്പോൾ എനിക്കങ്ങനെ മോനെ എന്ന് വിളിക്കാൻ ഒരാളും കൂടിയുണ്ട്. സന്തോഷമുണ്ട്. കുഞ്ഞുമുള്ള ചേട്ടനുണ്ട്, സംസാരിക്കുമ്പം ആ എന്ന് സംസാരിക്കാൻ സതീശനുണ്ട്. കുറേ റിലേഷൻസ് ഉണ്ട്. എന്നെ ആപ്പാന്ന് വിളിക്കാൻ എനിക്ക് ഇതുണ്ട്, അപ്പാന്ന് വിളിക്കാൻ എനിക്ക് മക്കളുണ്ട്. വലിയ മാറ്റമാണ്. ഐ എം ഹാപ്പി അബൌട്ട് ഇറ്റ്. ഇതെല്ലാം ഞാൻ പല പ്രാവശ്യം ഞാൻ പറഞ്ഞു, ഐ എം വെരി ഹാപ്പി ആൻഡ് ഐ എം ഫോർച്ചുനേറ്റ്. എൻ്റെ കുടുംബം വലുതായി. ഐ എം വെരി ഹാപ്പി അബൌട്ട് ഇറ്റ്. കണ്ണൂർ വീട്ടിലേക്ക് പോയായിരുന്നോ? പോകാൻ പറ്റിയിട്ടില്ല. നിങ്ങൾ വിട്ടാലല്ലേ. പോട്ടെ, ഇപ്പം പോണ്ട, നാളെ പോകാം. ആ ശരി. നാളെ എന്താ 14 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റേ ഹണിമൂൺ മാറും, അതല്ലേ? അതെ, അത് മാറും. അന്നേരം വിളിച്ചില്ല, അമ്മയൊക്കെ വിളിച്ചില്ലായിരുന്നു? ഞങ്ങൾ എപ്പോഴും സംസാരിക്കാം, വിളിച്ച് സംസാരിക്കും. അവർക്ക് ഞങ്ങളുടെ അവസ്ഥ അറിയാം. അതുകൊണ്ട് കുഴപ്പമില്ല. കാരണം രണ്ടുപേരും വർക്ക് ചെയ്യുന്നതാണ്. ഇപ്പോൾ കുഞ്ഞുമുള്ള സീരിയലിൻ്റെ, പിന്നെ സിനിമയുടെ പൂജ തുടങ്ങി, അത് സീരിയലിൻ്റെ വർക്ക് തുടങ്ങും. എനിക്ക് സീരിയലിൻ്റെ വർക്ക് ഉണ്ട്. എനിക്ക് പേഷ്യൻസിനെ കാണുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ വന്നപ്പോഴും പേഷ്യൻ്റ് ഉണ്ടാവും. എനിക്ക് രണ്ടുപേർക്ക് നല്ല വർക്ക് ഉണ്ട്. ഇടയ്ക്ക് ഗ്യാപ്പ് കിട്ടുന്ന സമയത്ത് യെസ്, തീർച്ചയായിട്ടും ഞങ്ങൾ പോവും. ഓൾവേസ് ഓപ്പൺ. ഇപ്പോൾ ഞങ്ങൾക്ക് ഏത് സമയത്തും ഞങ്ങൾക്ക് പോകാമെന്നുള്ള ആ ഒരു ലെവലിലേക്ക് എപ്പോഴാണ് എത്തുന്നത് ആ സമയത്ത് വിൽ ട്രാവൽ. പിന്നെ ട്രാവൽ വലിയ പ്രശ്നമൊന്നുമില്ല. വണ്ടി സ്റ്റാർട്ട് ചെയ്യുക, അങ്ങ് പോവുക. അത് തന്നെ എപ്പോഴും ചെയ്യാറ്. പ്ലാനിങ് ഒന്നുമില്ല. അങ്ങനെ പ്ലാൻ ചെയ്ത് നമുക്ക് ഒന്നും ചെയ്യാനില്ല. ഇപ്പോൾ എത്ര മണിക്ക് വരാനാണ് പ്ലാൻ ചെയ്തത്? നമ്മളൊരു 3 മണി കഴിയുമ്പോഴത്തേക്ക്. എത്ര മണിക്കാണ് വന്നത്? 4 പ്ലാൻ ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല, റോഡിന്റെ അവസ്ഥ അതാ. അവനി പ്ലാൻ ചെയ്തു അത്രയും. അതുകൊണ്ടാണ് ഞങ്ങൾ ഹണിമൂൺ പ്ലാൻ ചെയ്യാത്തത്. ഇനി ചോദിക്കൂല. അല്ല, പക്ഷെ കാശിയിൽ ഹണിമൂൺ പോയി എന്ന് പറഞ്ഞിട്ടായിരുന്നല്ലോ. അത് കല്യാണം എന്താണെന്ന് പറഞ്ഞു കൊടുത്തപ്പം ഈ പകുതി കേട്ടിട്ട് ഈ രാമായണം മുഴുവൻ കേട്ടിട്ട് ഇങ്ങനെ പറയില്ലേ, ഓ സീതയുടെ ചിറ്റപ്പൻ രാമൻ. അതാണ് അവസ്ഥ. ഞാൻ പറഞ്ഞത് പണ്ടത്തെ മാരേജിൻ്റെ ട്രഡീഷൻ അനുസരിച്ച് അതാണ് അവിടെ നടന്ന ട്രഡീഷണൽ മാരേജിൻ്റെ സിസ്റ്റം അങ്ങനെയാണ്. അതായത് പയ്യൻ കയ്യിൽ ഗ്രന്ഥവുമായിട്ട് കുടയും പിടിച്ച് ഞാൻ കാശിക്ക് പോവാണ് എന്ന് പറഞ്ഞ് പോകുമ്പോൾ പെണ്ണിൻ്റെ സഹോദരനോ അച്ഛനോ വന്നിട്ട് കനകസമ്പന്നയായ എൻ്റെ സഹോദരിയെ അല്ലെങ്കിൽ മകളെ നിങ്ങൾക്ക് വിവാഹം കഴിച്ചു തരാം, തിരിച്ചു വരൂ എന്ന് പറഞ്ഞ് കാശിക്ക് പോകുന്നത് തടഞ്ഞിട്ട് തിരിച്ചു വിളിച്ചോണ്ട് വന്ന് കൃഷ്ണനും രാധയും പോലെ ഊഞ്ഞാലിലിരുന്ന് ആടി മാലയൊക്കെ മാറ്റി പാണിഗ്രഹണം നടത്തി അങ്ങനെ കല്യാണം നടക്കുന്ന സിസ്റ്റം ഞാൻ മുഴുവൻ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അവിടെ കേട്ട കാശിക്ക് പോകുന്നതിൻ്റെ കാശിയും പിന്നെ ഹൈദരാബാദിൻ്റെ ഹായും കൂടെ ചേർത്ത് കഴിഞ്ഞപ്പം ഉടനെ തന്നെ ഹരിദ്വാറിലേക്ക്, പിന്നെ വാരണാസിയിലേക്ക്, കാശിയിലേക്ക്. എന്തുവായത്? ഇത് ഞാൻ സൗരയൂഥമെല്ലാം പറഞ്ഞു കൊടുത്തോന്നാണ് സംശയം. അവരുടെ കിളി പോയിട്ട് പറഞ്ഞതാണോ ഒന്ന് ഞങ്ങൾ കാശിക്ക് ഹണിമൂണ് പോയിരുന്നു. ഹൈദരാബാദ് ക്ലാസ്സും ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് 3-ാം തീയതി ഏട്ടൻ പോയി, 5-ാം തീയതി ഞാൻ മക്കളും കൂടി പോയി. അവിടെ ഒരു 2-3 ദിവസം നിന്നല്ല, ഇരുന്നു, കിടന്നു, ഉറങ്ങി, എണീറ്റു, ട്രാവൽ ചെയ്തു, കഴിച്ചു, പോന്നു. ഇത് പറയാൻ എനിക്ക് മനസ്സിലായില്ല. മറ്റേ ഒളിച്ചോടിപ്പോയി, മറ്റേ ഓടിയൊന്നും അല്ല പോയത്. അവർ ഓട്ടോയിലായിരിക്കും പോയത്, അല്ലെങ്കിൽ കാറിലായിരിക്കും പോയത്, അല്ലെങ്കിൽ ട്രെയിനിലായിരിക്കും പോയത്. എന്നാലും ഒളിച്ചോടി. വയർ എവിടെയും പോകത്തില്ല. അത് വയർ ചാടി എവിടെയും ചാടിയില്ല. അത് അവിടെ തന്നെ ഇരിപ്പുണ്ട്, ഇല്ലേ? അപ്പോൾ ഇങ്ങനെ നമ്മൾ പറയുന്നതല്ല, അവിടെ പോയി നിന്നു എന്താ അവിടെ ഇരുന്നുകൂടി? അവിടെ ചെയറില്ലേ? ഉണ്ടല്ലോ ചെയർ, സുഖമായിട്ട് ഇരിക്കാൻ കിടക്കാം. ഇപ്പോൾ അല്ല, സാറ് ഹാപ്പിയാണ്. ഞാൻ ഹാപ്പി അല്ലാത്ത എപ്പോഴാണ് ഞാൻ ഹാപ്പി അല്ലാത്ത? സാറ് ഫുൾ ടൈം ഹാപ്പി. ഞാൻ ഫുൾ ടൈം ഹാപ്പി. ഇപ്പോൾ ആദ്യ വിവാഹത്തിൽ കുറേ പ്രശ്നങ്ങളുണ്ടായി, ഭയങ്കര ടോക്സിക് ഒക്കെ ആയിരുന്നു എന്ന് പറഞ്ഞു. അപ്പം അതിൻ്റെ അകത്ത് എന്തെങ്കിലും മറക്കാനാകാത്തൊരു അനുഭവം സാറിൻ്റെ ഉള്ളിലുണ്ടോ? ഇല്ല, എനിക്ക് മറക്കാനാവാത്തെന്ന് പറഞ്ഞാൽ അത് കാരണമല്ലേ നിങ്ങളിപ്പോൾ ഈ ചോദ്യം ചോദിക്കുന്നത്. വല്ല ആവശ്യം ഉണ്ടായിരുന്നു? ആ മുത്തശ്ശൻ വന്നു പെട്ടെന്ന്.
ആ മുത്തശ്ശനായി പെട്ടെന്ന് ശരി, കുറഞ്ഞ വാക്കിൽ കഴിഞ്ഞു. ഒറ്റ ഉത്തരം. സുകുമാരിയമ്മയുടെ ഇന്റർവ്യൂ ചെയ്യുന്ന സമയം ഹലോ കേരളയിൽ ഏഷ്യാനെറ്റിൽ പണ്ട് ഷോ ചെയ്യുമ്പോൾ ഹലോ കേരളയിൽ സുകുമാരിയമ്മേനെ ഇന്റർവ്യൂ ചെയ്തിട്ട് കയറി ചെന്ന് പറഞ്ഞാൽ സുഹാ ചേച്ചി എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷം. എന്ത് ചോദിക്കാൻ, അത് കഴിഞ്ഞിട്ട് ജീവൻ പോയില്ലേ എൻ്റെ. അത് കണ്ടുപിടിച്ചതാ. അത് തന്നെ ഗൗരവം വിടുന്നില്ല. ഒന്നും പറയാനില്ല. ഒന്നും പറയില്ല. നമ്മള് കഴിഞ്ഞ കാര്യങ്ങൾ ഓർത്ത് അതിൽ നിന്ന് അനലൈസ് ചെയ്ത് അതിനെ ചൊറിഞ്ഞ് ചകഞ്ഞ് മറ്റേ മുറിവാക്കി വ്രണമാക്കി അതിന് മരുന്ന് വെക്കാൻ പറ്റാത്ത രീതിയിൽ മാന്തി പറിച്ചു വിടുന്ന എന്തിനാണ്? കഴിയും അത്രയും സാമാന്യ ബുദ്ധിയുള്ള മനുഷ്യർ അങ്ങനെയാ ചെയ്യുക. പഴയത് കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. ശരി. ചേച്ചി അങ്ങനെ തന്നെയാണോ? എന്തെങ്കിലും കാരണം കുറേ ടോക്സിക് ചേച്ചി അങ്ങനെയാണെന്ന് ചോദിച്ചാൽ എൻ്റെ ഭാര്യയല്ലേ, അങ്ങനെയല്ലേ ഉണ്ടാവാൻ പാടുള്ളൂ. ഒന്ന് സംസാരിക്കാൻ എൻ്റെ ഭാര്യയോടാണ്. സോറി, ഇടയ്ക്ക് ഭയങ്കര ചൂടാവട്ടെ ചേച്ചി. ഇടയ്ക്ക് ഭയങ്കരമായിട്ട് ചൂടാവാറുണ്ട്. അത് പനീൻ്റെ ആയിരിക്കും. ഇടയ്ക്ക് ചൂടാവുന്ന അതല്ല, സാറ് പെട്ടെന്ന് ചൂടാവുന്ന ആളാണോ? ദേഷ്യമൊക്കെ വരും. അതെനിക്കും വരൂലേ? അത് വരില്ലേ? വരും, പക്ഷെ നമ്മൾ കൺട്രോൾ ചെയ്യും. ഈ ഹണിമൂണിന്റെ കാര്യം പറഞ്ഞപ്പോ ദേഷ്യം വന്നിട്ട് കൺട്രോൾ ചെയ്തിരിക്കുക. അതാണ് കാര്യം. ഹണിമൂണിന്റെ കാര്യം പറഞ്ഞ ദേഷ്യം വന്നിട്ട് ഇങ്ങനെ കൺട്രോൾ ചെയ്തിരിക്കുക. ഇവരെ ചവിട്ടി കൊല്ലാനുള്ള ദേഷ്യം ഇല്ല സാറേ. ദേഷ്യം വന്നാൽ പ്രകടിപ്പിക്കണം. പ്രകടിപ്പിക്കണം. സാറ് പ്രകടിപ്പിച്ചാൽ മതി. അത് ദേഷ്യം ദേഷ്യം ഇങ്ങനെയൊന്നുമല്ല. മുഖത്ത് ചിരിയല്ലല്ലോ. ചിരി വരുമോ ദേഷ്യം വരുമോ? ചിരിച്ചോണ്ടും ദേഷ്യം പ്രകടിപ്പിക്കാം. ചിരിച്ചോണ്ടും ദേഷ്യം പ്രകടിപ്പിക്കാം. അത് ആ കമന്റ് ചെയ്യുന്നവരോട് രോഗമാണ്, മാറും. ചിരിച്ചോണ്ട് ദേഷ്യം പ്രകടിപ്പിച്ചാൽ അത്രേ ഉള്ളൂ. ഇപ്പോൾ ചേച്ചിയുടെ ജീവിതത്തിൽ ചേച്ചിയുടെ ജീവിതത്തിൽ ഇതുപോലെ കുറേ ദേഹോപദ്രവവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇനി അതാദ്യം പറയണത് എല്ലാവരും പറഞ്ഞ് തീർന്നതല്ലേ. ഇനിയിപ്പോൾ അവരവരുടേതായ ലൈഫ്, എനിക്ക് എൻ്റെതായ ലൈഫ്, ഇത്രേ ഉള്ളൂ. പഴയതിലേക്കൊന്നും എന്തിനാ? ഞാൻ അല്ലെങ്കിലും ചകഞ്ഞു നോക്കാൻ പോകാറില്ല. പിന്നെ ഞാൻ എൻ്റെ കുറച്ച് അറിയണമല്ലോ. ഇത്രയും കമൻസ് വന്നപ്പോൾ ഒരു സങ്കടം വന്നു. സ്വാഭാവികം ഞാനത് പറഞ്ഞു, അത്രേ ഉള്ളൂ. എന്തെങ്കിലും കഴിച്ചിട്ട് ദഹനക്കേടുണ്ടായി, നമ്മൾ മുഴുവൻ ഛർദ്ദിച്ചു. അപ്പോൾ ഈ ഛർദ്ദിച്ച് കഴിഞ്ഞിട്ട് അവിടെ ഒരു ഈർക്കിൽ വെച്ചിരുന്ന് നമ്മൾ നോണ്ടിക്കൊണ്ടിരിക്കുക എന്തൊക്കെയാണ് പോയത്. കഴുകിയിട്ട് നമ്മൾ പോവില്ലേ, അത്രയേ ഉള്ളൂ. പഴയ കാര്യങ്ങൾ ഛർദ്ദിച്ച് കഴിഞ്ഞാൽ അത് പോയി കഴിഞ്ഞു. അല്ല, ഞാനെന്ന് എന്താണെന്ന് അറിയില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു, അത്രേ ഉള്ളൂ. ഇങ്ങനെയൊക്കെയാണ് ഞാൻ. ഈ കമൻസ് ഇടുന്നവരൊക്കെ അത്രയും മോശമായിട്ട് ഇടുമ്പം എന്തുകൊണ്ടാണ് ഈ ലൈഫിലേക്ക് ഞാൻ വന്നത് എന്ന് ആൾക്കാർ അറിയണമല്ലോ. ജസ്റ്റ് അറിയിച്ചു, അത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ അവർക്ക് അവരുടേതായ ലൈഫ് പോട്ടെ. സന്തോഷമായിട്ട് ഓ, അത് സന്തോഷം തന്നെ അല്ലേ അവർക്ക്. എനിക്കൊരു വിഷമിച്ചിട്ട് അതെന്ത് പിന്നെ അങ്ങനെ സന്തോഷമായിട്ട് പോകുന്നു. ഹാപ്പി ഇല്ലല്ലോ. ഭയങ്കര ഹാപ്പിയാ സാറേ. എൻ്റെ മുഖത്തിലുണ്ടായിരുന്നില്ലല്ലോ. 2 മിനിറ്റ് ഫാൻ ഇട്ടല്ലോ, നല്ല ചൂട്. ചേച്ചിയോടെ ഒന്ന് ഇത് ചെയ്തോണ്ടിരിക്കും. നല്ല ചൂടുണ്ട്. ഒരു സാധനപ്പേ നോക്കി വളരെ സീരിയസ് ആയി. ഇല്ല, കല്യാണം കഴിഞ്ഞിട്ട് 9 വർഷം. അപ്പൊ ഇപ്പൊ എത്ര വയസ്സുണ്ട്? 34 വയസ്സ്, 35 വയസ്സ്. 35 വയസ്സുള്ള ബാബാജി. ബാബാജിക്ക് താടി വേണം സാറേ, എനിക്ക് താടിയില്ല. ഇപ്പൊ ലേറ്റസ്റ്റ് ബാബാജി അല്ല ഇപ്പോഴത്തെ എല്ലാ ബാബാജിമാർക്ക് എപ്പോഴും താടിയുണ്ട്. എനിക്ക് ആകെ വന്നത് ഇവിടെ, അത് കാരണം ഇത് മാത്രം വെച്ചേക്കണം. സാരല്ല, വരും. ഇനിയും കുറവായിരിക്കും, ഇത്രയും വയസ്സായില്ലേ. എനിക്ക് വയസ്സായില്ലെന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നിട്ടാണ് 35 വയസ്സിൽ എനിക്ക് വയസ്സായി എന്ന് പറഞ്ഞു നടക്കുന്നത്. ഇല്ല, അത് ഞാൻ ഒരിക്കലും പറയില്ല. എന്നെ കണ്ട ആരും പ്രായം തോന്നില്ല, എല്ലാവരും പറയണത്. അത് മനസ്സിലായി. കയ്യിൽ ഇരിപ്പ് ഞാൻ കണ്ടല്ലോ. പോട്ടെ, ആലോചിച്ച് നോക്ക്. തിരിച്ചു പോകുമ്പോ പേരൊക്കെ ഓർത്തെടുക്കാം.
സാറില്ല ചോദിച്ചു വെച്ചാ എന്റെ കിളി പുറത്തുല്ലോ വീണ്ടും. ഉണ്ടാവും ഇല്ലേ? എടുപ്പ സത്യല്ലേ? ഇല്ല, ഞാനിത് ഞാൻ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുക അതെന്താണെന്ന് ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുക. ഇല്ലെങ്കിൽ ആലോചിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, ഉള്ളത് കൊണ്ടല്ലേ ആലോചിക്കുന്നത്. പക്ഷെ അങ്ങനെ പോയിട്ടില്ലോ. എപ്പോഴും ഉണ്ടല്ലേ? അങ്ങനെ പോയിട്ടില്ല, ഇവിടെ തന്നെ ഉണ്ട്. സാർ, ഇപ്പം ഈ കുറേ ആൾക്കാർക്ക് ഈ അന്യൻ്റെ കിടപ്പുറയിലേക്ക് ഒളിഞ്ഞു നോക്കുന്ന ഒരു ശീലം പൊതുവായിട്ട് അതാണ് ഇപ്പം നമുക്ക്. വിക്രം അഭിനയിച്ച അന്യൻ അല്ല, സിനിമയല്ല മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ഒളിഞ്ഞു നോക്കുന്ന ഒരു സ്വഭാവമുണ്ട്. ഈ അങ്ങനെ നോക്കുന്നവരൊക്കെ എന്താ പറയാനുള്ളത്? ഈ ഇന്റർവ്യൂ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു, താങ്ക് യു എന്നൊക്കെയല്ലേ പറയാൻ പറ്റും, അല്ലേ? അങ്ങനെ പറയാൻ പറ്റും. പക്ഷെ ഞാൻ അങ്ങനെ പറയുന്നില്ല. ഓക്കെ, എനിക്ക് കിളി പോയിട്ടുള്ള എനിക്കൊന്നും പറയാൻ അങ്ങനെയൊന്നുമില്ല. ഇത് അന്യൻ്റെ കിടപ്പുമുറിയിലേക്ക് നോക്കുന്നതൊന്നുമല്ല ഞാൻ പറയുന്നത്. ആർക്ക് വേണമെങ്കിലും ഓപ്പണായിട്ട് ഒരാളുടെ ലൈഫിനെ കുറിച്ചൊക്കെ സംസാരിക്കാൻ പ്രശ്നമൊന്നുമില്ല. കാരണം നമുക്ക് ഗാന്ധിയുടെ ജീവിതം മുഴുവൻ നമുക്ക് അറിയാം, നെഹ്റുവിൻ്റെ ജീവിതം അറിയാം, എല്ലാം നമുക്ക് ഓപ്പണായിട്ട് അറിയാവുന്ന കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതൊക്കെ അവരുടെ കിടപ്പുമുറിയിലേക്ക് ഒളിഞ്ഞു നോക്കി എന്നൊക്കെ പറയും, ഇല്ല. പക്ഷേ കമൻറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ സ്വന്തം പേര് ചേർത്ത് ആ കമൻറ്റ് ഒന്ന് വായിച്ചു നോക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ഇടാം, അല്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്യുന്ന മോശമാണ്. അല്ലെങ്കിൽ യൂട്യൂബ് എന്ന് പറയുന്നത് തന്നെ ഇപ്പോൾ പല ഫാമിലീസും ഞങ്ങളുടെ കടയ്ക്ക് പോവാണ് ഗായ്സ്, ഇപ്പോൾ നോക്കൂ ഗായ്സ്, ഇതിന് വില കുറഞ്ഞു ഗായ്സ്, ഞാൻ 2 വാങ്ങിക്കുന്നു ഗായ്സ്. അപ്പോൾ അവിടെ നിന്ന് മോട്ടിക്കല തിരിച്ചു വയ്ക്കുക എന്ന് പറയുമ്പം അത് തിരിച്ചു വയ്ക്കുക, അത് വരെ ഇടുന്നുണ്ട്. ഞാനിപ്പോൾ ബാത്റൂം ടൂറിലാണ് എന്ന് പറഞ്ഞാൽ അത് വിടുന്നുണ്ട്. ഇനി എന്താണ് ഇനി കാണിക്കാനുള്ളത്? ഓക്കെ, നോ പ്രോബ്ലം. അതങ്ങനെ മുന്നോട്ട് പോയിട്ടുണ്ട്. അത് നടക്കും, അത് ആൾക്കാരുടെ ഇഷ്ടമല്ലേ, ആവട്ടെ, നോ പ്രോബ്ലം. അതിലെന്തിനാ നമ്മൾ അതിനൊക്കെ നോ പറയാൻ നിൽക്കാം? ഓരോ ആൾക്കാരുടെ ഇഷ്ടം, അച്ഛൻ ചോയ്സാണ്. ഇപ്പം ചേച്ചിക്കും ചാനലില്ലേ? ചേച്ചി അങ്ങനെ ഞാൻ ചുമ്മാ അങ്ങോട്ട് കല്യാണത്തിന് മുന്നേ അതിനകത്ത് കയറിയാൽ അറിയും ഞാൻ എന്തൊക്കെ ഇട്ടത്. എനിക്ക് തന്നെ അറിയില്ല. ഞാൻ അങ്ങനെ ആക്റ്റീവ് ഒന്നുമല്ല ഇതിനകത്ത്. ഇനിയിപ്പോൾ കപ്പിൾ ബ്ലോഗൊക്കെ വരുമോ? രണ്ടുപേരും കൂടെ കൂടിയിട്ട് വരാലോ? എന്നെന്താ വരണോ? ചെയ്യണം, ശരി, ഉടനടി ചെയ്യണം. അപ്പൊ പിന്നെ നിങ്ങൾക്കൊക്കെ എങ്ങനെ സമയം തരാൻ പറ്റും? ഞങ്ങളുടെ പണി ചെയ്യൂലേ? ഇല്ല, അത് കുഴപ്പമില്ല. ഇത് അതിൻ്റെ ഇടയ്ക്ക് നമുക്കിത് കണ്ടെത്താം. സാറിപ്പോൾ ഇത്രയും കാര്യങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുമ്പോഴത്തേനും അതിനും കുറച്ച് സമയം നമുക്ക് തരാം. ചെയ്യാട്ടാ, ചെയ്യാന്ന് പറയാൻ പാടില്ലേ? പറയാം ചെയ്യാം. സാറിൻ്റെ ഓരോ സമയത്തെ എക്സ്പ്രഷൻ അതാണ് നമുക്ക് ഏതാണ് സീരിയസ് ആണ് എന്താണെന്ന് നമുക്ക് മനസ്സിലാവണ്ടേ. അതങ്ങനെ നോക്കുന്നില്ല, ഇപ്പം എന്താണെന്ന് നമുക്ക് മനസ്സിലാവില്ല. അതന്നെ ഇങ്ങനെ സൂക്ഷിച്ചു വയ്ക്കും. അപ്പോൾ ഇത്ര നേരം ഫണ്ണായിരുന്നു, നല്ല ഫണ്ണായിരുന്നു, വളരെ സന്തോഷം. ഇനിയും എന്തൊക്കെയോ കുറച്ചുകൂടെ ചോദിക്കാനുണ്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടമായി കിളിയൊക്കെ പോയിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കുറച്ചു നേരം കൂടെ സംസാരിക്കണം. നന്നായിട്ട്. ഭയങ്കരം എന്ന് പറഞ്ഞാൽ ഭയം അങ്കുരിപ്പിക്കുന്നത്, പേടിയാവുന്ന അർത്ഥം. ഞാൻ ആരെയും പേടിപ്പിക്കാറില്ല. നന്നായിട്ട് സംസാരിക്കാൻ പറ്റി. ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഓക്കെ, അപ്പോൾ രണ്ടുപേർക്കും താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.